யெகோவா ரஃபா சுகம் தந்தீரே நன்றி ஐயா. சுகம் தந்தீரே நன்றி ஐயா. பலம் தந்தீரே நன்றி ஐயா. உம்மை முழு உள்ளத்தோடு ஆராதிப்பே, முழு பலத்தோடு அன்பு கூறுவே. ஆராதனை 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 ஆராதனை. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 19:27 നോക്കിയാട്ടെ. അബ്രഹാം രാവിലെ എഴുന്നേറ്റു താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. താൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് മറുപടി എന്താണെന്ന് കാണാൻ ചെന്നു. ലോത്തിനെ വിടുവിക്കുവാൻ വേണ്ടിയാണ് താൻ പ്രാർത്ഥിച്ചത്. വീണ്ടും അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ദേശം തകർന്നുപോയി. പക്ഷേ അബ്രഹാമിന് ഉറപ്പാണ്, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം മറുപടി തന്നെന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തെ അതിനകത്ത് ദൈവം പ്രവർത്തിച്ചെന്ന ഉറപ്പോടെ നിങ്ങൾ അതിൻ്റെ റിസൾട്ടുകൾ കാണുവാൻ ചെല്ലുക. അതിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒരു സംശയമില്ല, അബ്രഹാമിന് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിൽ സോദോം നശിച്ചാലും ലോത്ത് നശിച്ചിട്ടില്ല എന്നൊരു ഉറപ്പ് അവന് ലഭിച്ചു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നശിക്കേണ്ടതൊക്കെ നശിക്കും, എന്നാൽ വിടുവിക്കപ്പെടേണ്ടതെല്ലാം വിടുവിക്കപ്പെടും. ആമേൻ. എനിക്ക് ആ വചനം വളരെ ഇഷ്ടമാണ്. താൻ പ്രാർത്ഥിച്ച സ്ഥലത്ത് തന്നെ ചെന്ന് നോക്കി. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്ന് ആ ദേശത്ത് നശിച്ചതിൻ്റെ പുക പൊങ്ങുന്ന കാണുമ്പോഴും ലോത്ത് വിടുവിക്കപ്പെട്ടോ എന്നൊരു ചിന്ത അവനില്ല. കാരണം അവന് ഉറപ്പാണ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെന്ന ഒരു ഉറപ്പോടെ നിങ്ങളതിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ അല്ലെങ്കിൽ അതിൻ്റെ മറുപടി കാണുവാൻ ചെല്ലുക. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി കാണുവാൻ ചെല്ലുക. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വ്യക്തികളോട് ആ കാര്യം എന്തായെന്ന് നിങ്ങൾ ചോദിക്കുവാൻ ചെല്ലുക. ഉറപ്പായിട്ടും അതിനകത്തൊരു റിസൾട്ട് നിങ്ങൾ കാണും. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനത്തിലൂടെ പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടികൾ കാണുവാൻ നിങ്ങൾ ചെല്ലുമ്പോൾ ചില മറുപടികൾ നിങ്ങൾ കാണുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. യെസ്, ഇതിന് മറുപടിയില്ലാത്ത കാലമല്ല. ഹോശേയ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇത് ഉത്തരങ്ങളുടെ കാലമാണ്, മറുപടികളുടെ കാലമാണ്. ഏതൊക്കെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ അതിനകത്ത് മറുപടികൾ കാണുന്ന കാലം. അവൻ പ്രാർത്ഥിച്ച അതേ സ്ഥലത്ത് ചെന്ന് നോക്കി. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ച അതിനകത്തേക്ക് ചെല്ലുക, അതിനെ ഒന്ന് നോക്കുക. അതിനകത്ത് ചില കിളിർപ്പുകൾ ദൈവം വരുത്തിയിട്ടുണ്ട്. യെസ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ നിഷ്ഫലമായിട്ടില്ല. അതിനകത്ത് ചിലർ വിടുവിക്കപ്പെട്ട് കഴിഞ്ഞു, ചിലർ സൗഖ്യമായി കഴിഞ്ഞു, ചില വഴികൾ തുറന്ന് കഴിഞ്ഞു, ചിലർ പുറത്തു വന്ന് കഴിഞ്ഞു. യെസ്, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു.
പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം അങ്ങ് മറുപടി നൽകുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരം അരുളുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം അങ്ങ് ഉത്തരങ്ങളെ നൽകിയിരിക്കാൻ നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, ഇവരുടെ പ്രാർത്ഥനയിൽ കർത്താവെ അനേകർ വിടുവിക്കപ്പെട്ടതിന് സ്തോത്രം ചെയ്യും. വഴികൾ തുറന്നതിന് നന്ദി പറയുന്നു. വാതിലുകളെ ഇന്ന് പകൽ അങ്ങ് തുറന്നു കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഞെരുക്കങ്ങൾ വിശാലതകളായി മാറുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദിവസങ്ങളിൽ വരുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടികൾ ഞങ്ങൾ കാണുവാൻ ദിവസങ്ങളിൽ വരികയാണ്. ചില അത്ഭുതങ്ങൾ കാണാൻ പോകുന്നതിനായി സ്തോത്രം. നിഷ്ഫലമായ പ്രാർത്ഥനകളല്ല, പ്രയോജനരഹിതമായ പ്രാർത്ഥനകളല്ല, ആമേൻ, ആകാശമണ്ഡലങ്ങളിൽ തട്ടി നിൽക്കുന്ന പ്രാർത്ഥനകളല്ല, മറിച്ച് മറുപടികൾ കാണുന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ ലൈഫിൽ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി കാണുവാൻ ഞങ്ങൾ വരുന്നു. അതിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങൾ വരുന്നു. സ്തോത്രം. ഈ മക്കളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ഇവർ കാണട്ടെ. ഈ ദിവസങ്ങളിൽ തന്നെ അത് കണ്ട് അവർ കർത്താവിനെ സ്തുതിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ വാക്കൊരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇത് മറുപടിയുടെ കാലം. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.